കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് തുടരുന്നു. പ്രണയം പലപ്പോഴും സംഭവിക്കുന്നത് ഒറ്റ നോട്ടത്തിലല്ല, പലതവണ കണ്ടാണ് അവർ മനസ്സിൽ പതിയുന്നത്. കാണുന്നതിലുപരി പരസ്പരം ഇടപഴകുമ്പോഴാണ് നമുക്ക് പ്രണയം സംഭവിക്കുന്നത്. ആദ്യ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ഇടപെടുന്നത് പലപ്പോഴും അടുത്ത വീട്ടിലെ കുട്ടികളോടല്ലേ. അങ്ങനെ നമ്മൾ കഥയിലെ രാജകുമാരനും രാജകുമാരിയും ഒക്കെ ആകാറില്ലേ? ഇങ്ങനെയാണ് ദേവദാസുമാരും പാറുമാരും ഒക്കെ ഉണ്ടാവുന്നത്. അടുത്ത വീട്ടിലെ ആ സുന്ദരി കുട്ടിയോട് ഒരിഷ്ടം തോന്നാത്ത ആൺകുട്ടികളും അപ്പുറത്തെ വീട്ടിലെ ചേട്ടനെ ഒന്ന് പ്രണയിക്കാത്ത പെൺകുട്ടികളും കാണത്തില്ല അല്ലേ? ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് കുറച്ച് മെസ്സേജും കൂടി വന്നിട്ടുണ്ട്. ഐ ലവ് യു ഭാഗ്യമോൾ, എൻ്റെ സ്നേഹം നീ ഒന്ന് മനസ്സിലാക്ക്, ഐ റിയലി ലവ് യു എന്നൊരു മെസ്സേജ്. റിഫ, ഐ മിസ് യു ഡാ. ബ്രിജു, ഐ ലവ് യു സോ മച്ച് മൈ ജിൻഷ കുട്ടി എന്നൊരു മെസ്സേജ്. അതിൻ്റെ കൂടെ തന്നെ ഐ ഹേറ്റ് ജിൻഷ. രണ്ട് ജിൻഷ ആയിരിക്കോ, അതോ രണ്ട് വ്യക്തികൾ ഒരേ ജിൻഷയ്ക്ക് അയച്ചതായിരിക്കോ? നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണോ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക്? നമ്പർ 56070, ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് യു മോർ ദാൻ എനിത്തിങ് ഓൺ എർത്ത് ഷഹനാസ് എന്ന് ഫാദിൽ അയച്ചിട്ടുണ്ട് ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക്. ലവ് യു അച്ചു എന്നൊരു മെസ്സേജ്. ഐ മിസ് യു ലോട്ട് മൈ ഡിയർ അച്ചു എന്ന് നീതു. ഐ മിസ് യു അശ്വത് എന്ന് ആതിര. ലവ് യു മൈ ഡിയർ വുഡ് ബി രതീഷ് എന്ന് ഗായു. ലവ് യു രഞ്ജിത്തേട്ടാ, യു ആർ മൈ ലൈഫ് മൈ സോൾ, ഐ കാൻ ലിവ് വിത്തൗട്ട് യു എന്നൊരു മെസ്സേജ്. ഐ ലവ് യു ശ്രീലക്ഷ്മി എന്നൊരു മെസ്സേജ്. ഐ ലവ് യു ശ്രീമോൾ, ലവ് യു സോ മച്ച്, നിന്നെ കാണാൻ തോന്നുക മുത്തേ എന്ന് മനോജ് പറഞ്ഞിട്ടുണ്ട്. മിസ് യു നിഹാൽ ചുട്ടു എന്ന് ലതീഷ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തനിച്ചായിപ്പോയി, സങ്കടമില്ല, ബിക്കോസ് ആ വെളിച്ചം നിനക്ക് കിട്ടുമെങ്കിൽ എനിക്ക് ഇരുട്ടു മതി എന്ന് സ്നേഹ. അതൊരു സങ്കടമുള്ള മെസ്സേജാണല്ലോ. പക്ഷെ നമ്മളൊന്നും ഇത്രയും സെൽഫ്ലെസ് ഒന്നും അല്ല കേട്ടോ. മറ്റേ ആളെ സന്തോഷിച്ചോട്ടെ എന്നോർത്ത് നമ്മൾ വിട്ടുകൊടുക്കാറൊക്കെ ഉണ്ടോ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. ഇത്രയും ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. യെസ്, ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചത് അടുത്ത വീട്ടിലെ ബിജു ചേട്ടനെ തന്നെയാണ്. ചേട്ടൻ 28 വയസ്സ്, എനിക്ക് 12. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് ഈ മെസ്സേജ് അയച്ചത് ലിബിയാണ്. കൊള്ളാട്ടോ. സോണിയ പറഞ്ഞു, ഞാനും എൻ്റെ ബോയ് ഫ്രണ്ടും ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. സെയിം സ്കൂളിൽ, സെയിം ക്ലാസ്സിൽ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സ്കൂൾ മാറിപ്പോയി. ഉയ്യോ, എനിക്ക് ആലോചിക്കാനേ മേല ഞാൻ എന്നൊക്കെ വിഷമത്തിൽ കൂടെയാണ് കടന്നു പോയെന്ന്. ഐ വാസ് ഡെവസ്റ്റേറ്റഡ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി. നൗ വി ആർ ഇൻ ലവ് എന്ന് അജയ് പറഞ്ഞു. ഞാനും എൻ്റെ ഫ്രണ്ടും ഒരേ പെൺകുട്ടിയാണ് പ്രണയിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിൽ ഒരുപാട് വഴക്ക് വരെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവളെ കിട്ടണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രണ്ടുപേരും പോരടിയായി. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇവർ 3 പേരും 3 വ്യത്യസ്ത ആളുകളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലേക്ക് നിങ്ങൾക്കിങ്ങനെ ഒരു കഥ അയച്ചായിരുന്നോ? അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കണോ? നമ്പർ 56070, ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ് തുടരുന്നു. സെറിൻ ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു തന്നിട്ടുണ്ട്. സെറിൻ്റെ അയൽവാസിയായിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് ബിജോ. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ ബസ്സിൽ പോകാനായിട്ട് നിന്നുകൊണ്ടിരുന്നത്. രണ്ടുപേരും ഒരു സ്കൂളിലായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ കുറേ മിണ്ടി, പിന്നെ കുറേ അടുപ്പമായി. പ്രണയമാണോന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇവർ 6ലും 8ലും ആയിരുന്നു. പക്ഷെ സ്കൂളിലെത്തൊരു സംസാരമായി. എന്നിട്ട് അവസാനം എന്താ വെച്ചാൽ ടീച്ചേഴ്സൊക്കെ വിളിച്ചു ചോദിച്ചു ഇത് ആരാന്ന്. അപ്പോൾ ഇവൻ പറഞ്ഞു ഇതെൻ്റെ അനിയത്തിയാന്ന്. ആ പ്രായത്തിലൊരു മണ്ടത്തരേ, അനിയത്തി ഏതാ അനിയൻ ഏതാന്നൊക്കെ സ്കൂളിലെ ടീച്ചർമാർക്ക് അറിയാമല്ലേ. എന്നിട്ട് അവർ വീട്ടിൽ വിളിച്ച് വാൺ ചെയ്തത്രേ. ആ കുട്ടിയുടെ കൂട്ടെത്ര ശരിയാവണില്ല എന്ന് തോന്നണമെന്നൊക്കെ. ഞാൻ ആലോചിക്കണത് എന്താ അറിയോ, 6ലും 8ലും പഠിക്കുന്ന കുട്ടികൾ അവരെ എന്തുപദേശിക്കാനായിട്ടാ, എന്നുവെച്ചാൽ എന്ത് പറയാനായിട്ടാ? അതോ ആ പ്രായത്തിലും പ്രണയമാണോ? എൻ്റെ അടുത്തൊന്ന് പറയോ? മെസ്സേജ് ചെയ്താൽ മതി. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്, ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.